ഇന്നത്തെ നമ്മുടെ ക്ലാസ്സും എഴുതാൻ പഠിക്കുക എന്നുള്ള ക്ലാസ്സാണ് ഇന്നത്തെ. അപ്പോൾ എഴുതണം എന്ന് നന്നായിട്ട് ആഗ്രഹിക്കുന്നവർ നമ്മുടെ ക്ലാസ്സുകൾ കേട്ടു തുടങ്ങുക. ഏറ്റവും ബേസ് മുതലാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ ഇന്നലെ ഒരു ക്ലാസ് ഇട്ടു, ഇന്നത്തെ രണ്ടാമത്തെയാണ്. ഇന്ന് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ എഴുതണം എന്ന് ആഗ്രഹിക്കുന്നവർ, നന്നായിട്ട് എഴുതാൻ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ ഈ ക്ലാസ്സിൽ ജോയിൻ ആവുക. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൺലൈനിൽ ആ ക്ലാസ് എടുത്തു കൊടുക്കുന്നതും ഇത് തന്നെയാണ്, അത് തന്നെയാണ് ഇപ്പം നിങ്ങൾക്കും തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് കേട്ട് എഴുതാൻ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സും വളരെ സിമ്പിളാണ്. ഫസ്റ്റ് സെന്റൻസ് ഇങ്ങനെയാണ്: രാജുവും രാധയും കളിക്കുക ആയിരുന്നു. എങ്ങനെ എഴുതും? രാജുവും രാധയും കളിക്കുക ആയിരുന്നു. ആരാണ് സബ്ജക്റ്റ്? രാജു ആൻഡ് രാധ. ഓക്കെ, അപ്പം ഈ ആൻഡ് എന്തിനാണ്? രാജുവും രാധയും കളിക്കുക ആയിരുന്നു. നമ്മൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ ആയിരുന്നു അന്ന് സബ്ജക്റ്റ് കഴിയുമ്പോൾ വരണം. വെയർ പ്ലേയിങ്, വെയർ പ്ലേയിങ്. രാജു ആൻഡ് രാധ വെയർ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളിക്കുകയായിരുന്നു എന്നായി. കളിക്കുകയായിരുന്നു. ഇനി ഞാൻ വീണ്ടും പറയുകയാണ്, രാജു ആൻഡ് രാധ വേ പ്ലേയിങ് ഗ്രൗണ്ടിൽ. അവർ ഗ്രൗണ്ടിലാണ് കളിച്ചത്. കളിക്കുകയായിരുന്നു എവിടെയാണ്? രാജുവും രാധയും ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്നു. ഗ്രൗണ്ടിൽ എന്ന് പറയാൻ നമുക്കിനി എഴുതണം: രാജു ആൻഡ് രാധ വേ പ്ലേയിങ് ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ എന്ന് പറയുമ്പോൾ ഇവിടെ കുറെ പേരുടെ മനസ്സിൽ ഇപ്പം ഇൻ വന്നു. ഇന്നല്ല, ഓൺ ആണ് എഴുതേണ്ടത്. കാരണം ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു തുറന്ന പ്ലേസ് ആണ്, അല്ലെ? അപ്പൊ നമുക്ക് അവിടെ ഇന്നല്ല ഉപയോഗിക്കേണ്ടത്, ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോ ഓൺ ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ എന്നായി മാറി. ഗ്രൗണ്ടിൽ. രാജു ആൻഡ് രാധ വെയർ പ്ലേയിങ്. രണ്ടാമത്തെ സെന്റൻസ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പോഴാണ് ടോം വന്നത്. ഇതിനോട് കൂട്ടിച്ചേർത്ത് പിന്നെ നമ്മൾ എഴുതണം അപ്പോൾ. വെൻ. ആരാ വന്നത്? ടോം വന്നത്. വന്നു കഴിഞ്ഞു. ഖേം. വന്നത്. ടോം വന്നത്. ടോം ഖേം. അപ്പൊ എന്തൊക്കെ എഴുതി? രാജു ആൻഡ് രാധ വെർ പ്ലേയിങ് ഓൺ ദ ഗ്രൗണ്ട് വെൻ ടോം ഖേം. ടോം വന്നത്. അവനും അവരുടെ കൂടെ കളിക്കാൻ കൂടിയതിന് നമുക്ക് അടുത്തത് എഴുതണം. അവൻ. അവൻ കളിക്കാൻ കൂടി എന്നല്ല ഞാൻ പറഞ്ഞത്, അവനും. അതിനു വേണ്ടി നമ്മൾ ചേർക്കുകയാണ് ഓൾസോ. അവനും. അവനും എന്ത് ചെയ്തു? കളിക്കാൻ കൂടി. കളിക്കാൻ. ജോയിൻഡ്. ആരുടെ കൂടെ? അവരുടെ കൂടെ. ദം. എന്തിനാണ്? ടു പ്ലേ. ഹി ഓൾസോ ജോയിൻ ദം ടു പ്ലേ. അവരുടെ കൂടെ കളിക്കാൻ കൂടി. ഇപ്പൊ എത്ര സെന്റൻസ്? നമ്മുടെ ആദ്യത്തെ ഭാഗം ഇത്. രണ്ടെന്താണ്? ഓൺ ദ ഗ്രൗണ്ട്. ദെൻ തേർഡ് വെൻ ടോം കെയിം. ഫോർത്ത് ഹി ഓൾസോ ജോയിൻ ദം ടു പ്ലേ. കളിക്കാൻ കൂടി. ഇനി നാം വീണ്ടും പറയാണ്, അലക്സ് വരാറുണ്ടായിരുന്നു എല്ലാ ദിവസവും. എങ്ങനെ പറയും? അലക്സ് വരാറുണ്ടായിരുന്നു എന്നുള്ളത് അലക്സിന്റെ ഒരു പതിവാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് യൂസ്ഡ് ടു കം എന്ന് പറഞ്ഞാൽ ഒരു പതിവാണ്. യൂസ്ഡ് ടു കം അവരുടെ. അലക്സ് എല്ലാ ദിവസവും വരാറുണ്ടായിരുന്നു. അലക്സ് യൂസ്ഡ് ടു കം അവരുടെ. എല്ലാ ദിവസവും അലക്സ് വരാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വന്നില്ല. ഇന്ന്. ബട്ട്. വന്നില്ല. ഡിഡിന്റ് കം. ഡിഡിന്റ് കം. അപ്പൊ ഞാൻ ഇന്ന് മുഴുവനും ഒന്ന് വായിച്ചിട്ട് ഞാൻ മൊത്തം നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. രാജു ആൻഡ് രാധ രണ്ടു പേര് ഉണ്ട്. അപ്പൊ നമുക്ക് വെയർ ആണ് വേണ്ടത്. വെയർ വന്നാൽ വേർബ് ing ആണ് വേണ്ടത്. പ്ലേയിങ്.
എവിടെയാണ് കളിച്ചത്? ഓൺ ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിലാണ് കളിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്ത്? ടോം കേം, ടോം വന്നത്. അവൻ എന്ത് ചെയ്തു? ഹി ജോയിൻഡായി, അവൻ ജോയിൻഡായി ആരുടെ കൂടെ? ദം ടു പ്ലേ, കളിക്കാൻ വേണ്ടി അവരുടെ കൂടെ. പിന്നെന്താണ് നമ്മൾ ചോദിച്ചത്? അലക്സ് വരാറുണ്ടായിരുന്നു, യൂസ്ഡ് ടു കം അവരുടെ, എല്ലാ ദിവസവും അലക്സ് വരാറുണ്ടായിരുന്നു. പക്ഷേ ബട്ട് ഡിഡിൻറ്റ് കം, അതായത് ഡിഡ് നോട്ട് കം ടുഡേ, ഇന്ന് വന്നില്ല. ടുഡേ കം, ടുഡേ ഇന്ന് വന്നില്ല. മനസ്സിലായല്ലോ? പിന്നെ അവർ കുറെ നേരം കളിച്ചിട്ടാണ് പോയത്. കുറെ നേരം കളിച്ചിട്ടാണ്. ദേ പ്ലേഡ്, അവർ കളിച്ചു. എങ്ങനെയാണ്? ഫോർ എ വൈൽ. ഈ വൈലിന്റെ ഉപയോഗത്തെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. കുറെ നേരം. ആൻഡ് ലെഫ്റ്റ്. കണ്ടോ? നമ്മളൊരു ചെറിയ സെന്റൻസിലാണ് തുടങ്ങിയത്. രാജു ആൻഡ് രാധ വേർ പ്ലേയിങ് എന്ന് പറഞ്ഞ് തുടങ്ങിയതേ ഉള്ളൂ. അതിനെ നമ്മൾ നീട്ടി കൊണ്ടുവന്ന് ഇത്രയുമാക്കി വെച്ചു, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് അറിയത്തില്ലാത്ത ഒന്നുമില്ല. വെയർ പ്ലേയിങ്, കളിക്കുകയായിരുന്നു. ഓൺ ദ ഗ്രൗണ്ട് ആണ്. പിന്നെ ടോം കം, ഹി ജോയിൻഡ് ആണ്, അവരുടെ കൂടെ ചേർന്നു. പിന്നെ അലക്സ് യൂസ്ഡ് ടു കം, അലക്സ് വരാറുണ്ടായിരുന്നു, അത് അവന്റെ പതിവായിരുന്നു. പക്ഷെ ഇപ്പൊ വന്നില്ല, ഡിഡ് നോട്ട് കം. പിന്നെന്താണ്? ദേ പ്ലേഡ് ഫോർ എ വൈൽ എന്ന് പറഞ്ഞാൽ കുറെ നേരത്തേക്ക്, അല്ലെങ്കിൽ വൈലിന്റെ ഉപയോഗത്തെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലെഫ്റ്റ്. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഒരു കുഞ്ഞ് സെന്റൻസ് എടുക്കുക. നമ്മുടെ ടെൻസ് ഉള്ള ഏതെങ്കിലും ഒരു ചെറിയൊരു സെന്റൻസ്, നിങ്ങൾക്ക് അറിയുന്ന ഒരു ചെറിയ സെന്റൻസ് എടുക്കുക. എന്നിട്ട് അതിനെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുക. അപ്പൊ നമ്മുടെ സെന്റൻസ് വലുതായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ബുക്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് എഴുതാൻ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും പറഞ്ഞ് കുറേ പേരെന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കേട്ട് മനസ്സിലാക്കുക, പഠിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കുകയും ചെയ്യുക. അപ്പൊ നമ്മുടെ ജനുവരി 22 മുതൽ നമ്മുടെ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം.